24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു ഇതൊരു നയത്തിന്റെ പ്രശ്നം കൂടിയാണ്. അത് ആ നയവുമായി ചേർത്ത് വെച്ച് കാണേണ്ടതാണ്. അതായത് യാക്കോബായ സഭ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു നിലപാട്, അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലാക്കി വേണം പ്രതികരണങ്ങൾ നൽകാനെന്ന്. ഇപ്പോൾ യാക്കോബായ സഭ ഈ മാർ കൂറിലോസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ നിലപാട് എന്താണ്? കത്തോലിക്ക സഭ ഒഴികെയുള്ള മറ്റ് സഭകളെല്ലാവരും ചേരുന്ന ഒന്നാണിത്. അവർ കൂറിലോസിന് പിന്തുണ നൽകുകയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ, ഒരു ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണ്, വിമർശനം ഉൾക്കൊള്ളാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണ്, LDF നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാരിൻ്റെ വിവേചനപരമായ ഇടപെടൽ ഉൾപ്പെടെ കാരണമാകുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ അതിലൊരു നടപടിയും ഉണ്ടാകാതെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിൽ വരുമ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇത് ഒരു കൺസ്ട്രക്റ്റീവായ ഒരു വിമർശനം പറയുമ്പോൾ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ചക്രവർത്തി നമ്മളെപ്പോഴും പറയുന്നത് പോലെ നഗ്നനാണ് എന്ന് വിളിച്ച് പറയാനുള്ള ആ ആർജവം കാണിക്കുമ്പോൾ അത് ഏത് തരത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള വിശകലനമാണ് ഇപ്പോൾ ഇതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഈ കിറ്റും മറ്റു കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നൊരു വ്യാഖ്യാനം എത്രത്തോളം നിലനിൽക്കും? അല്ല, ബഹുമാനപ്പെട്ട കൂറിലോസ് തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണെന്നും അത് സഭയുടെ നിലപാടല്ലെന്നും യാക്കോബ സഭ കൃത്യമായ രീതിയിൽ നിലപാടെടുത്തപ്പോൾ പിന്നെ ഇവർ ഇവിടെ കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ശ്രീമാർ സാറും ജോർജ് സാറും അതിനെക്കുറിച്ച് മാനസികമായിട്ട് വിഷമിക്കേണ്ട, ആ സഭയുടെ നിലപാടോടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏകാധിപത്യത്തെക്കുറിച്ചൊരു വാക്കിന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം തരാം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ 7 പതിറ്റാണ്ടോളം ആസ്വദിച്ച ജനാധിപത്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്ക് വഴിതിരിച്ചു വിടാനും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭരണഘടന തന്നെ തിരുത്തുമെന്നും വൺ ലീഡർ വൺ നേഷൻ എന്നുള്ള കേജ്രിവാളിൻ്റെ ആശയമാണെങ്കിൽ പോലും അതിലേക്ക് മാധ്യമങ്ങളെ പോലും കൂച്ചുവിലങ്ങിട്ട് നയിക്കാനും ശ്രമിച്ച പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയും ആ സർക്കാരിനെയും ജനങ്ങൾ കടിഞ്ഞാനിട്ട് നിങ്ങൾ കണ്ടില്ലേ? യഥാർത്ഥത്തിൽ ഇവരൊക്കെ വിളിക്കേണ്ടത് ആ സർക്കാരിനെ അതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയല്ലേ? അന്ന് എന്തുകൊണ്ട് ഇവരാരും വിരലിച്ചുകൊണ്ടാതെ പിണറായി വിജയന് നേരെ ഏകാധിപതി എന്ന് പറയുന്നവർ ആ ഏകാധിപത്യത്തിന് മുമ്പിൽ പഞ്ചപുച്ഛം അടച്ച് ഭയന്ന് നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ തിരുത്തി കൊടുത്തില്ലേ? എവിടെയാണ് പിന്നെ പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പെരുമാറിയത്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവ് യഥാർത്ഥ ഭരണകർത്താവ്. ലോകത്തിലെ ഭരണകർത്താക്കളെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ലോകത്തിലെ ഏത് ഭരണകർത്താവും ഇപ്പോൾ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളിലൊക്കെ യുവ നേതൃത്വങ്ങളാണ് വരുന്നത്. അവരെല്ലാം കർശനമായ നിലപാടെടുക്കും. അത്തരം കർശനമായ നിലപാടുകളിലൂടെയാണ് ഒരു ഭരണാധികാരി യഥാർത്ഥ ഭരണാധികാരി. ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഒരു വാചകമുണ്ട് ശ്രീ റെജി ലൂക്കോസ്, മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വാചകം, BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. ഏകാധിപതിക്കെതിരെ താങ്കൾ യഥാർത്ഥ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചല്ലോ, അദ്ദേഹത്തിനെതിരെ ഉള്ള വിമർശനത്തെക്കാൾ കൂടുതൽ അതിപ്പോൾ അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ ഇത് കേട്ട ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന സംശയം തന്നെയാണത്. ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ് എന്നിരിക്കെ പോലും മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എങ്ങോട്ടേക്കുള്ള ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ എന്നാണ്. ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ വിമർശനം ഇത്രയ്ക്ക് മൂർച്ചയേറിയതാക്കി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും മാത്രം വയ്ക്കുകയും താങ്കൾ തന്നെ പറഞ്ഞ ഏകാധിപതിക്കെതിരെ അത്ര മൂർച്ചയില്ലാത്ത തരത്തിലേക്ക് വിമർശനം വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കിയെന്ന് പറയുന്നു. അതിൽ തെറ്റ് പറയാനാകുമോ? ഒന്ന് ഏകാധിപതി എന്നല്ല, ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കണം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സീതാറാം യെച്ചൂരിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും SP RJD അതുപോലെ തന്നെ ശരത് പവാറിന്റെ NCP പോലുള്ള ഘടകങ്ങളെല്ലാം ഒന്നിച്ച് നിർത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു വണ്ടർഫുൾ, അതായത് അത്ഭുതകരമായിട്ടുള്ളൊരു വിജയം, ജനാധിപത്യത്തെ തിരിച്ചുപിടിക്കത്തിലുള്ള വിജയം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ അനാവശ്യമായിട്ട് വിമർശിച്ചു, കോൺഗ്രസിനെ തേജോവധം ചെയ്യുന്നതൊക്കെ പറഞ്ഞ തെറ്റാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ അദ്ദേഹം ഒരു വേദിയിൽ വിമർശിച്ചത്? ഇന്ത്യയുടെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും കരുതിക്കൊണ്ടിരുന്ന ഒരു വേദിയിലൊന്നുമല്ല ശ്രീ റെജി ലൂക്കോസ്, ഒരു വേദിയിലൊന്നുമല്ല. താങ്കൾ അങ്ങനെ അത് പറയരുത്. ഒരു വേദിയിൽ മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചിട്ടുള്ളത്. തുടർച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മളിൽ ചിലർ പോലും സംശയിച്ചു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളാകട്ടെ, പക്ഷേ അവിടെ കൂടുതൽ വിമർശനത്തിന്റെ മുന കൂർപ്പിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസിന് നേർക്കും രാഹുൽ ഗാന്ധിക്ക് നേർക്കുമാണ്. രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒക്കെയുള്ള വിമർശനമായിരുന്നു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഇന്ത്യ മുന്നണി എന്നുള്ളതിന്റെ ലക്ഷ്യം തന്നെ എന്താണ് എന്നൊക്കെയുള്ള സംശയം മതേതര വിശ്വാസികൾക്കുണ്ടായി.
കേരളത്തിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പിണറായി വിജയൻ എങ്ങനെയാണ് അതിന് നേതൃത്വം തെറ്റായ നൽകുന്നത്? നരേഷന അനുജത്തെ അവിടാണ് അനുജയെ വക്രീകരിച്ച് പറയാന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ചില അല്ല, എവിടെയാണ് മാധ്യമങ്ങൾ. വക്രീകരിച്ചത്? അതായത് എവിടെയാണ്? കേരളത്തിൽ വന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇഡി എന്തുകൊണ്ട് കേരളത്തിന് അല്ലത് കേട്ടുള്ളൂ, ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. കേരളത്തിൽ വന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇഡി എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന് BJP-ക്കാർ പോലും പറയാത്ത രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിമർശിക്കേണ്ട ചുമതല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നുള്ളൊരു ജനാധിപത്യബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് അത് പറയിപ്പിച്ചായിരിക്കും, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും രണ്ടുപേരും പറഞ്ഞു. പക്ഷേ ഈ രൂക്ഷമായ വിമർശനങ്ങൾ തുടർച്ചയായി ഉണ്ടായതിനു ശേഷമാണ് ആ രണ്ട് പേരും അങ്ങനെ ഒരു പരാമർശം നടത്തി. ആ പരാമർശവും നമുക്ക് യോജിക്കാൻ കഴിയുന്ന രീതിയിലല്ല. അത്തരം പരാമർശം അത് അപക്വമാണ് എന്ന നിരീക്ഷണം അന്ന് തന്നെ നമ്മളൊക്കെ നടത്തുകയും ചെയ്തതാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണിയായി മത്സരിക്കുമ്പോൾ ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ അത് അപക്വമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇതിനു മുൻപൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രചാരണം നടത്തുമ്പോൾ പോലും, ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൽക്കാർ വിമർശിക്കുന്ന LDF-നെയും പിണറായി വിജയനെയും വിമർശിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളൊരു, താങ്കൾ അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യയിൽ 2017-18 എൻ്റെ ഓർമ്മ, 2017 എഴുതിയ ഒരു വലിയ ലേഖനം, എഡിറ്റോറിയൽ എഴുതിയ ലേഖനം നമ്മളൊക്കെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള അന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കാനും ബലക്ഷയം വരുത്താനും ഇഡി അല്ലെ കേന്ദ്ര ഏജൻസിനെ ദുർവിനിയോഗം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതി. കാരണം ആ കാലത്ത് പറ്റിയായിരുന്നു ഇവരെ രണ്ടുപേരെ ഇഡി ചോദ്യം ചെയ്തത്. പക്ഷേ അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ ഡൽഹിയിലെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയുടെ ആ ലേഖനത്തെയും രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനെയും എതിർത്ത് സംസാരിച്ചവരാ. അങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസിനെതിരെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പാർട്ടി നിശബ്ദരാണെന്നാണ് പറയുന്നത്. അതെന്തൊരു ന്യായമാണ്? ഇത്തവണ ഈ 1-2 മാസം മുൻപ് വരെ നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ട വിമർശനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണ് വിമർശിച്ചത്. അത് വിമർശിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? അത് ആരാണ്? ഇന്ത്യയിലെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ എല്ലാ മുഖച്ഛായ ഉള്ള ഒരു ഭരണകൂടത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കഠിനമായി നേതാവ് വന്ന് ഈ ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ടാർഗറ്റ് ചെയ്യുന്നു. BJP-യേക്കാൾ ഉപരി ഇത് മതേതര വിശ്വാസികൾ സംശയമുണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അതിന് വ്യക്തമായൊരു മറുപടി പറയാം. ജോഡോ യാത്ര കന്യാകുമാരി നിന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തുടങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഒരു ചെറിയ വിമർശനങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരോ ഇട്ടപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞതെന്താ? അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സ്വാതന്ത്ര്യം, അവർ ഈ ജോഡോയാത്ര നടത്തട്ടെ, നമ്മളതിനെ വിമർശിക്കണമെന്നാണ് ചോദിച്ചത്. എത്ര ക്ലാസിക്കായിട്ട് എത്ര മനോഹരമായിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. അന്നൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ സംസ്ഥാന സർക്കാരുകളെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴും അല്ലാത്ത സാഹചര്യത്തിലൊന്നും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നിട്ട് വളരെ ഒരിക്കലും ദേശീയ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു. എന്ത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു BJP-യുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പറയാത്ത രീതിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് പറയുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കണ്ടേ? അത് കേട്ടോണ്ടിരിക്കണോ? അത് എന്തൊരു വിചിത്രമാണ്. ദേശവ്യാപകമായിട്ട് വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.